2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ കുറഞ്ഞ് അവൻ എന്നിൽ വളരേണം എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കൂടപ്പിറപ്പുകളെ വിളിയും തിരഞ്ഞെടുപ്പും അറിയുകയും അനുസരിക്കുകയും ചെയ്ത ഒരു വിശ്വാസിയിൽ സംഭവിക്കേണ്ടതായ ഒരു അതിപ്രധാനമായ കാര്യത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നതായ ഒരു കാര്യം ഈ വാക്യത്തിൽ കിടക്കുന്നു. ഒരു വളർച്ചയെക്കുറിച്ച് താൻ പരാമർശിക്കുന്നു. ഓരോ ദൈവമക്കളിലും നടക്കേണ്ടതായ കാര്യം അവന്റെ അകത്തെ മനുഷ്യൻ വളരണം എന്നുള്ളതാണ്. പുറത്തെ മനുഷ്യനെക്കുറിച്ചും അകത്തെ മനുഷ്യനെക്കുറിച്ചും താൻ പരാമർശിക്കുന്നു. ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ വളരുന്നു. അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും ഒരുപോലെ വളരുവാൻ ഒരിക്കലും ആവില്ല. വിഷയം തികച്ചും ആത്മീകമാണ് കേട്ടോ. പുറത്തെ മനുഷ്യൻ മരിച്ചെങ്കിലേ അകത്തെ മനുഷ്യന് വളരുവാനാകുകയുള്ളൂ. സ്വർഗത്തിൽ പോയി വസിക്കണമെങ്കിൽ ദൈവഹിതം ഒരുവനിൽ പൂർണ്ണമായി നിറവേറ്റപ്പെടണമെങ്കിൽ, ദൈവം ഒരുവനിൽ പ്രസാദിക്കണമെങ്കിൽ അവന്റെ അകത്തെ മനുഷ്യൻ വളർച്ച നേടിയെങ്കിലേ മതിയാകുകയുള്ളൂ. പുറത്തെ മനുഷ്യൻ മരിക്കുക എന്നത് സ്വയം നടക്കുന്ന ഒരു കാര്യമല്ല, അത് നടത്തിയെടുക്കുകയാണ്, അർത്ഥാൽ മരിപ്പിക്കുകയാണ്. പുറത്തെ മനുഷ്യനെ മരിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യവുമല്ല. എന്നാൽ ദൈവിക പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവഭക്തൻ അത് ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമേ ദൈവമഹത്വം അവനിൽ വെളിപ്പെടുകയുള്ളൂ. പുറത്തെ മനുഷ്യനെ മരിപ്പിക്കുവാൻ ആത്മാവ് ഉപദേശിക്കുന്ന ഏക മാർഗം നിന്റെ അകത്തെ മനുഷ്യനെ വളർത്തുക എന്നുള്ളതാണ്. കാരണം രണ്ടും കൂടി ഒരുപോലെ വളരുകയില്ല. ഒന്ന് വളരുമ്പോൾ ഒന്ന് ക്ഷയിക്കും. അതാണ് അപ്പോസ്തലന്മാർ ചെയ്തതും പറഞ്ഞതും. ഞങ്ങളുടെ പുറമെയുള്ളവൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. പ്രിയരെ, പുറത്തെ മനുഷ്യൻ കുറയണം, അകത്തെ മനുഷ്യൻ വളരണം. അകത്തെ മനുഷ്യൻ തനിയെ വളരുകയില്ല കേട്ടോ, അവനെ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. വളർച്ചയ്ക്കുള്ള സകല സാഹചര്യങ്ങളും പ്രിയരെ നാം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അകത്തെ മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് എന്തൊക്കെയാണ് എന്ന് നാം ശരിക്കും അറിഞ്ഞിരിക്കണം. സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്നവരായിരിക്കണം എല്ലാ ദൈവമക്കളും. സ്തുതിക്കുന്നത് ദൈനംദിന ജീവിതത്തിന്റെ ശൈലിയായി തന്നെ മാറ്റപ്പെടണം. നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിലേ ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ ആകുകയുള്ളൂ. ആരാധന അർപ്പിക്കുന്നതിൽ മടിയില്ലാത്ത വിശ്വാസികളായി വിശ്വാസ ജീവിതത്തിൽ തന്നെ നടക്കണം. അർപ്പിക്കുന്ന ആരാധനയ്ക്ക് ഭംഗം വരുവാൻ ഇടയാകുന്ന സാഹചര്യങ്ങളെ മാറ്റിക്കളയുവാൻ കഴിയണം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരായിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. ദൈവവചനം എപ്പോഴും വായിക്കുകയും പറയുകയും ചെയ്യുന്നവരായിരിക്കുകയും ചെയ്യണം വിശ്വാസികൾ. ദൈവവചനം പഠിക്കുവാൻ അവസരം ഒരുക്കണം ഒരുവന്റെ ദൈനംദിന ജീവിതത്തിൽ. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ താൻ ഓർപ്പിക്കുന്ന കാര്യമാണത്. വളർച്ചയ്ക്കുള്ള ഒരു പ്രധാന ഘടകം പ്രിയരെ വചനം ഭക്ഷിക്കണമെന്നുള്ളതാണ്. തീർന്നില്ല, പഠിച്ച വചനം ദൈനംദിനം ധ്യാനിക്കുന്നവരുമായിരിക്കണം. ധ്യാനിക്കുന്ന വചനത്തിന്റെ ശക്തി നമ്മെ ഉറപ്പുള്ളവരും കുലുങ്ങിപ്പോകാത്തവരുമായി ഉറച്ചു നിൽക്കുവാൻ നമ്മളെ പ്രാപ്തന്മാരാക്കി തീർക്കുന്നു. തുടർന്ന് വളർച്ചയ്ക്കുള്ള ഒരു ഘടകം ഉപവാസമാണ്.
പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും വചനം പഠിക്കുകയും ധ്യാനിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതിൽ കൂടി അകത്തെ മനുഷ്യനെ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയും. അകത്തെ മനുഷ്യൻ വളരുമ്പോൾ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുകയും അവന്റെ ബലം കുറയുകയും ചെയ്യുന്നു. പുറമേയുള്ളവൻ എന്നത് പ്രിയരെ നമ്മുടെ ശരീരമല്ല, നമ്മുടെ വ്യക്തിത്വമാണ്. ജഡം നിയന്ത്രിക്കുന്ന വ്യക്തിത്വം. അകത്തെ മനുഷ്യൻ വളർച്ചയുടെ പാതയിലാണെങ്കിൽ ആ വളർച്ചയുടെ പൂർണ്ണതയിലെത്തുമ്പോൾ ജഡീയ മനുഷ്യനെ തകർത്ത് കളഞ്ഞ് അകത്തെ മനുഷ്യൻ, ആ ആത്മീയ മനുഷ്യൻ പുറത്തു വരുന്നു. വളർച്ച പ്രാപിച്ച അകത്തെ മനുഷ്യനിലൂടെ ക്രിസ്തുവിന്റെ വ്യക്തിത്വമാണ് വെളിപ്പെട്ടു വരുന്നത്. അവിടെ ഞാൻ മരിക്കുന്നു, അവൻ ജീവിക്കുന്നു. ഞാനോ കുറയണം, അവൻ വളരണം. അതിനിടയാക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ നിയന്ത്രണം മുഴുവൻ നടത്തുന്നത് കർത്താവായ ക്രിസ്തുവായിരിക്കും. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, നമ്മിലെ ഞാൻ മരിക്കാത്തിടത്തോളം ക്രിസ്തുവിന് നമ്മിൽ സ്ഥാനമുണ്ടായിരിക്കില്ല എന്നറിയണം. ക്രിസ്തു നമ്മിൽ എഴുന്നേൽക്കാൻ നമ്മുടെ പുറമേയുള്ളവൻ മരിക്കുവാൻ ഏൽപ്പിക്കണം. അകമയുള്ളവൻ വളരുവാൻ സാഹചര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി കൊടുക്കുക. ക്രിസ്തു നമ്മിൽ ജീവിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജഡത്തെ മരിപ്പിച്ച് ഞങ്ങളുടെ ആത്മീയ മനുഷ്യനെ വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കൃപയാൽ നിറയ്ക്കണം. അകത്തെ മനുഷ്യനെ വളർത്തുവാൻ ആവശ്യമാകുന്നതെല്ലാം ഞങ്ങൾ ചെയ്തെടുക്കുവാൻ, ഞങ്ങൾ ശ്രദ്ധിക്കുവാൻ, ഞങ്ങൾ പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിന് സഹായം ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന് കൃപ പകരണമേ. ഇന്ന് പകലിൽ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരം പിടിച്ച് നടത്തി അവർ അങ്ങയുടെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടികളെ കൊടുത്ത് ചില വിടുതലുകളെ അനുഭവിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, ജയാളികളായി തന്നെ നിലകൊള്ളുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട മണ്ഡപയ്ക്കായി സ്തോത്രം. സകല മഹത്വവും പരിശുദ്ധനെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. മാനവും മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിനെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വേഗം വരും. അവൻ്റെ വരവിന് വേണ്ടി അധികം ശ്രദ്ധയോടെ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലേ